പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര യാത്രയ്ക്കെതിരെ കർഷക സംഘം നാടകയാത്രയുമായി ഇറങ്ങിത്തിരിച്ചിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മലയോര ജനതയോട് മാപ്പ് പറഞ്ഞിട്ട് വേണമായിരുന്നു ഇടുക്കിയിലേക്ക് പ്രവേശിക്കാനെന്ന് കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1980-ലെ വനസംരക്ഷണ നിയമവും കടുവാ സങ്കേതങ്ങൾ അനുവദിച്ചതും പരിസ്ഥിതി സംരക്ഷണ നിയമം കൊണ്ടുവന്നതും കോൺഗ്രസ് ആണെന്നും ഇതെല്ലാം മറച്ചുവെച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് കപടയാത്രയുമായി ഇറങ്ങിത്തിരിച്ചതെന്നും റോമിയോ സെബാസ്റ്റ്യൻ പറഞ്ഞു. വി.ഡി. സതീശന്റെ തട്ടിപ്പ് യാത്രയ്ക്കെതിരെ ജനങ്ങളുടെ വൻ പ്രതിഷേധമാണ് മലയോര മേഖലയിൽ ഉയർന്നു വരുന്നത് എന്നും മാധവഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ വന്നപ്പോൾ കപട പരിസ്ഥിതിവാദികൾക്കൊപ്പം ചേർന്ന് കുടിയേറ്റ കർഷകന്റെ നെഞ്ചിൽ ചവിട്ടി നൃത്തം ചെയ്തവരാണ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള ഹരിത എം.എൽ.എമാരെന്നും റോമിയോ സെബാസ്റ്റ്യൻ പറഞ്ഞു. 1973 കടുവാ സങ്കേതങ്ങൾ ആരംഭിച്ചതും കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. 1980-ലെ കേന്ദ്ര വനസംരക്ഷണ നിയമം കോൺഗ്രസ് ഇരിക്കുന്ന സന്ദർഭത്തിലുണ്ടാക്കിയ നിയമമാണ്. 1986-ലെ കേന്ദ്ര പരിസ്ഥിതി സംരക്ഷണ നിയമവും കോൺഗ്രസിന്റെ കാലത്ത് തന്നെയാണ്. 2010-ൽ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ കമ്മീഷനുകളും 2012-ൽ വനത്തിന് ചുറ്റും ബഫർ സോണും എല്ലാം പ്രഖ്യാപിച്ചു കോൺഗ്രസ്സാണ്. അപ്പൊ കോൺഗ്രസ് എടുത്തിട്ടുള്ള ഈ നിലപാടുകളെ എല്ലാം തള്ളിപ്പറയാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് തയ്യാറുണ്ടോ? കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്താതെ വന്യജീവികൾ കൃഷിക്കാർക്കുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾക്ക് അറുതി വരുത്താൻ കഴിയുകയില്ല. മനുഷ്യനെ കൊല്ലുന്ന വന്യജീവിയെ കൊല്ലണമെങ്കിൽ വൈൽഡ് ലൈഫ് വാർഡനെ മാത്രം ചുമതലപ്പെടുത്തുന്ന കേന്ദ്ര നിയമമാണ് ഇപ്പോൾ. CHR ഉൾപ്പെടുന്ന ഏലമല പ്രദേശം വനമായി പ്രഖ്യാപിക്കണമെന്നും ഇടുക്കിയിൽ പട്ടയം നൽകരുത് എന്നും ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത പരിസ്ഥിതി സംഘടനകളുമായി വി.ഡി. സതീശനുള്ള ബന്ധം അങ്ങാടിപ്പാട്ടാണെന്നും കർഷക സംഘം നേതാക്കൾ ആരോപിച്ചു. ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ, നേതാക്കളായ P.P. സബീഷ്, M.V. ബേബി എന്നിവരും പങ്കെടുത്തു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.